നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 21 ശനിയാഴ്ച, കന്നി 5 ഹണ്ടർ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ആദ്യം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണും. PV അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ മറുപടി നൽകിയേക്കും. വാർത്താ സമ്മേളനം രാവിലെ 11 മണിക്ക്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങി. ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം കേസെടുത്ത് അന്വേഷണം. വിജിലൻസ് SP ജോൺ കുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഡൽഹി മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് അതിഷി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവ സ്വഭാവമുള്ള മൊഴി നൽകിയവരെ ബന്ധപ്പെടാനുള്ള നടപടികൾ വേഗത്തിലാക്കി പ്രത്യേക അന്വേഷണ സംഘം. ഗൗരവ സ്വഭാവമുള്ളതും കേസെടുക്കാൻ കഴിയുന്നതുമായ മൊഴികൾ നൽകിയ 20 പേരെ ഉടൻ തന്നെ നേരിട്ട് ബന്ധപ്പെടും. മലപ്പുറത്ത് എംപോക്സ് ആശങ്ക അകലുന്നു. വ്യാപനശേഷി കുറഞ്ഞ 2B വകഭേദമാണെന്ന് കണ്ടെത്തി. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന 38-കാരന്റെ ആരോഗ്യനില തൃപ്തികരം. കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം. രോഗബാധിതരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശം. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അപകടശേഷം പ്രതികൾ വാഹനവുമായി രക്ഷപ്പെട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതിലും അന്വേഷണം. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടർക്ക് നീതി തേടിയുള്ള ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം ഇന്ന് ഭാഗികമായി അവസാനിപ്പിക്കും. 41 ദിവസത്തിന് ശേഷമാണ് സമരം അവസാനിപ്പിക്കുന്നത്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. ഇടുക്കി ചിന്നക്കനാലിൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി പഞ്ചായത്ത് സെക്രട്ടറി. റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി പ്രവർത്തനം നിർത്തിവെച്ച 5 കെട്ടിടങ്ങൾക്കാണ് അനുമതി നൽകിയത്. കാസർഗോഡ് ഉപ്പളയിൽ വൻ ലഹരിവേട്ട. പത്വാടി കൊണ്ടയൂരിലെ വീട്ടിൽ നിന്ന് 3.5 കോടി രൂപ വിലമതിക്കുന്ന MDMA-യും 1 കിലോ ബ്രൗൺ ഷുഗറും കഞ്ചാവും പിടികൂടി. ശുചിമുറിയിൽ സഹപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ പകർത്തിയയാൾ പിടിയിൽ. തിരുവനന്തപുരം കാര്യവട്ടം സ്വദേശിയാണ് പിടിയിലായത്. കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചിട്ടില്ലെന്ന് CPIM നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ വെള്ളനാട് ശശി. കൊല്ലത്ത് മകളുടെ ആൺസുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഇരവിപുരം സ്വദേശി അരുൺ ആണ് മരിച്ചത്. ശ്രവണനഗർ വെളിയിൽ വീട്ടിൽ പ്രസാദ് പോലീസിൽ കീഴടങ്ങി. ആലപ്പുഴയിൽ മോഷണക്കേസ് പ്രതി തെളിവെടുപ്പിനിടെ രക്ഷപ്പെട്ടു. തൃശൂർ വാടാനപ്പള്ളി സ്വദേശി ബാദുഷിയാണ് കടന്നുകളഞ്ഞത്. കോഴിക്കോട് തലയാട് കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. വയലട സ്വദേശി ഡിബിൻ രാജനാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴക്കൂട്ടം നേതാജിപുരം പുഷ്പകുമാർ ലിൻഡ ദമ്പതികളുടെ മകൾ സിസിലിയ നിക്ഷേനാണ് മരിച്ചത്. ബുൾഡോസർ രാജ് നിർത്തിവെക്കണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് സ്വാഗതാർഹമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തുന്ന അന്യായ നടപടി പൂർണ്ണമായും ഇല്ലാതാക്കാൻ കോടതി ഇടപെടണമെന്നും ആവശ്യം. ദേശീയ തലത്തിൽ ഭക്ഷ്യസുരക്ഷയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് കേരളം. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയതലത്തിൽ തുടർച്ചയായ 2ാം വർഷവും കേരളത്തിന് 1ാം സ്ഥാനം. കോഴിക്കോട് വടകരയിൽ ഇലക്ട്രിക് സ്കൂട്ടറിനും കാറിനും തീപിടിച്ചു. വടകര കരിമ്പനപ്പാലത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ സ്ഥാപനത്തിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് വണ്ടിയുടെ മുൻവശത്തെ ചക്രം ഊരിത്തെറിച്ചു. പാലക്കാട് ജില്ലാ അതിർത്തിയായ നീലിയാടാണ് സംഭവം. ലോക മുളദിനത്തോടനുബന്ധിച്ച് എലമെന്റ്സ് ബാംബു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇന്നൊവേഷൻ ഗ്രൂപ്പ് മുളത്തൈ നട്ടുപിടിപ്പിച്ചു. പ്രസിഡന്റ് മുഹമ്മദ് സാദിഖ് മുളദിന സന്ദേശം നൽകി. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് സർവകലാശാല ദേശീയ കലോത്സവവും സിബാഗ് 2025 ലോഗോ പ്രകാശനം നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലോഗോ പ്രകാശനം ചെയ്തു. കോഴിക്കോട് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് പൂവത്തുംചോല സ്വദേശി അഖിൽ. ദേശീയപാതയിൽ ചെമ്മന്തൂരിനും ഇളമ്പലിനും മധ്യേ റോഡിന്റെ വശത്ത് വൻതോതിൽ കാടുപിടിച്ച് കിടക്കുന്നു. കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സാധിക്കാത്ത അവസ്ഥയെന്ന് ആക്ഷേപം. പ്രശസ്ത എഴുത്തുകാരനും ചരിത്ര ഗവേഷകനും ആയ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നിലവിൽ ദീനദയാൽ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനാണ്. അടുത്ത മാസം 2-ന് ആരംഭിക്കുന്ന പുലമൺ തോട് പുനരുജ്ജീവന പദ്ധതിക്കൊപ്പം തോട്ടിലേക്ക് മാലിന്യമൊഴുക്കുന്ന ചാലുകൾ പൂർണ്ണമായും അടയ്ക്കാൻ പദ്ധതി. മാലിന്യമൊഴുക്കുന്ന സ്പോട്ടുകൾ കണ്ടെത്താനുള്ള സർവേ ആരംഭിച്ചു. ആശ്രാമം പോലീസ് ക്വാർട്ടേഴ്സിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് പരാതി. 55ഓളം പേർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ പലതിലും പാചകവും കിടപ്പും ഒരിടത്ത്. അടൂർ നഗരസഭാ കാര്യാലയത്തിനായി 3 നില കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. LDF ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിൽ അധികൃതർ.
പത്തനംതിട്ട മണക്കാല ജംഗ്ഷന് സമീപം റോഡിൽ ആഴത്തിലുള്ള കുഴി രൂപപ്പെട്ടു. യാത്രക്കാർ ദുരിതത്തിൽ. കാടുമൂടി ശോച്യാവസ്ഥയിൽ പത്തനംതിട്ട അക്വാറ്റിക് അനിമൽ ഹെൽത്ത് സെന്റർ. കെട്ടിടത്തിൽ നാളുകളായി പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നാട്ടുകാർ. ദേശീയപാതയിൽ ആലപ്പുഴ കച്ചേരിമുക്ക് ഭാഗത്ത് വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവൻ അപകടത്തിൽ. കച്ചേരിമുക്കിലെ ദേശീയപാത നവീകരണം നിലച്ചിട്ട് 4 മാസം. കോട്ടയം മെഡിക്കൽ കോളേജ് കവാടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളാണ് കവാടം നിർമ്മിച്ചു നൽകുന്നത്. കാസർഗോഡ് ചീമേനിയിൽ വാഹനാപകടം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. നാദാപുരത്ത് ദേശീയപാത 66 ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നന്ദി ടൗണിൽ സമരസായാഹ്നം സംഘടിപ്പിച്ചു. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന തരത്തിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ പ്രവൃത്തികൾ പുനഃപരിശോധിച്ച് യാത്രാമാർഗം സുഗമമാക്കണമെന്ന ആവശ്യം. വല്ലാർപാടം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ബോർഡിന്റെ വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി പ്രകാരം 2024-25 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നവംബർ 24 2024 ITI പ്രവേശനത്തിന്റെ ഭാഗമായി മലപ്പുറം താഴേക്കോട് വനിതാ ITIയിൽ ദിവത്സര ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലേക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 30 മുൻപ് ഓഫീസിൽ ഹാജരായി അപേക്ഷ നൽകണം. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ PG സയൻസ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകളിൽ സീറ്റൊഴിവുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24 മലപ്പുറം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാളികാവ് ബ്ലോക്കിലേക്ക് വെറ്ററിനറി സർജനെ നിയമിക്കുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അസാബ് നടത്തുന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ കോഴ്സിന്റെ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കണ്ണൂർ പാലയാട് അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കരാർ അടിസ്ഥാനത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. പ്രായപരിധി 30 വയസ്സ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഇന്നാണ്. ന്യൂസിലേക്ക് തിരികെ. ഇനി ദേശീയ വാർത്തകൾ. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു വിവാദത്തിൽ ചന്ദ്രബാബു നായിഡു സർക്കാർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. ക്ഷേത്രം ശുചീകരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. തിരുപ്പതി ലഡു വിവാദത്തിൽ പ്രതികരണവുമായി രാഹുൽ ഗാന്ധി. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആശങ്കയുണ്ടാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രസാദമുണ്ടാക്കാൻ നന്ദിനി നെയ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന ഉത്തരവുമായി കർണാടക സർക്കാർ. ഭക്തരുടെ ഭയമകറ്റാനാണ് ഉത്തരവ് എന്ന് മന്ത്രി രാമലിംഗ റെഡ്ഡി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ ആദ്യഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി മഹാവികാസ് അഘാടി സഖ്യം. 120ഓളം സീറ്റുകളിൽ ധാരണയായെന്ന് സൂചന. പഞ്ചാബിൽ 600ഓളം സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കി ഗതാഗത വകുപ്പ്. അകാലിദൾ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് അനധികൃതമായി പെർമിറ്റ് അനുവദിച്ചു എന്നാണ് കണ്ടെത്തൽ. മണിപ്പൂരിൽ BJP നേതാവിന്റെ വീട് ആക്രമിച്ച കേസ് NIAക്ക് വിട്ടു. BJP വക്താവും തടു ഗോത്ര നേതാവുമായ മൈക്കിൾ ലജംതാങ്ങിന്റെ വീട് ആക്രമിച്ച കേസല്ല അന്വേഷണമാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിട്ടത്. ഹാക്കിംഗ് മൂലം തകരാറിലായ സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിച്ചു. ഇന്നലെ ഹാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ചാനലിലെ വീഡിയോകൾ അപ്രത്യക്ഷമായിരുന്നു. ഡൽഹിയിൽ മെട്രോ ട്രെയിനിന് മുന്നിലേക്ക് ചാടിയ 53കാരിയുടെ വലത് കൈപ്പത്തി നഷ്ടപ്പെട്ടു. സംഭവം പീതാംബുര മെട്രോ സ്റ്റേഷനിൽ. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP MPയും നടിയുമായ കങ്കണ റണൌട്ട്. രാജ്യത്തെ വിഭജിച്ചും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്ന് വിമർശനം. മധ്യപ്രദേശിൽ കിസാൻ ന്യായ് യാത്ര നടത്തി കോൺഗ്രസ്. ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ വർധന വേണമെന്ന ആവശ്യം. ഒഡീഷയിൽ സൈനികനും പ്രതിശ്രുത വധുവും പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. BJP ഭരണത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്ന് ആരോപണം. ഛത്തീസ്ഗഡിൽ പാഠപുസ്തകങ്ങൾ ആക്രി വിലയ്ക്ക് വിറ്റ സംഭവത്തിൽ ടെക്സ്റ്റ് ബുക്ക് ജനറൽ മാനേജർക്ക് സസ്പെൻഷൻ. 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങളാണ് വിറ്റത്. രാജ്യത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ കരാറുകാർക്കും റോഡ് ഏജൻസികൾക്കും മുന്നറിയിപ്പുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് പണി കൃത്യമായി പൂർത്തിയാക്കാത്ത കരാറുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗമുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ടെൻഡറുകൾ ക്ഷണിച്ചു. രാജ്യാന്തര വാർത്തകൾ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്നു മുതൽ. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തും. ഇന്ത്യ US സഹകരണവും പശ്ചിമേഷ്യയിലെ സംഘർഷവും ചർച്ചയാകും. ലെബനനിലെ പേജർ സ്ഫോടനത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് കുറ്റപ്പെടുത്തൽ. സാധാരണക്കാർക്ക് നേരെയുള്ള കടന്നുകയറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്നും UN. ഗസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 17 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഇന്ന്. വീണ്ടും ജനവിധി തേടുന്ന നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഹെ അടക്കം 38 പേർ മത്സരരംഗത്ത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഒഡലൻ യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തി. യുക്രൈന് 35 ബില്യൺ യൂറോയുടെ സഹായം പ്രഖ്യാപിച്ചു. മാലിയിൽ അൽഖയ്ദ ബന്ധമുള്ള സംഘം നടത്തിയ ആക്രമണത്തിൽ 70-ലധികം പേർ കൊല്ലപ്പെട്ടു, 255 പേർക്ക് പരിക്ക്. ജപ്പാനിൽ നിന്ന് കടൽ ഭക്ഷണം ഇറക്കുമതി ചെയ്യുന്നത് പുനരാരംഭിക്കുമെന്ന് ചൈന. ഫുക്കുഷിമ ആണവ നിലയത്തിൽ നിന്നുള്ള ജലം തുറന്നുവിട്ടതിനെ ചൊല്ലി ജപ്പാനിൽ നിന്ന് കടൽ ഭക്ഷണം ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. പെറുവിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. ജനവാസ മേഖലകളിലേക്കും പുരാവസ്തു കേന്ദ്രങ്ങളിലേക്കും തീ പടർന്നു. നോക്കാം ബിസിനസ് വാർത്തകൾ. രാജ്യത്തെ വിദേശ നാണ്യ ശേഖരത്തിൽ വൻ വർധന. പോയ ദൈവാര കണക്ക് പ്രകാരം $223 മില്യൺ ഉയർന്ന് $689 ബില്യൺ. ഭക്ഷ്യ എണ്ണ വിലക്കയറ്റത്തിൽ കമ്പനികളോട് വിശദീകരണം തേടി കേന്ദ്രം. ആഭ്യന്തര ഉൽപ്പാദകരെ സഹായിക്കാൻ ഈ മാസം 14-ന് ഇറക്കുമതി തീരുവ കുറച്ചിരുന്നു. കമ്പനിയുടെ ആദ്യ ഇലക്ട്രിക് വെഹിക്കിൾ അവതരിപ്പിക്കുന്നതിന് മുൻപായി വൻതോതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനൊരുങ്ങി മാരുതി സുസുക്കി. ഇതിന്റെ ഭാഗമായി 25,000 ചാർജിംഗ് പോയിന്റുകളാണ് കമ്പനി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ലോക വാണിജ്യ ടൂറിസം രംഗത്തെ മുൻനിര ഇവന്റുകളിലൊന്നായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് അരങ്ങൊരുങ്ങുന്നു. പുത്തൻ ഷോപ്പിംഗ് അനുഭവങ്ങളും ആഘോഷവേളകളും ഒരുക്കി പുതുവർഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഫെസ്റ്റിവൽ വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിൽ സംഘാടകർ. ഈ സാമ്പത്തിക വർഷം ആഗോളതലത്തിൽ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായേക്കുമെന്ന് എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% വളർച്ചയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി കായിക വാർത്തകൾ. ചെന്നൈ ടെസ്റ്റിൽ ബംഗ്ലാദേശിനെതിരെ കൂറ്റൻ ലീഡ് ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. നിലവിൽ 308 റൺസ് ലീഡുള്ള ഇന്ത്യ മൂന്നാം ദിനമായ ഇന്ന് 3-ന് 81 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ആദ്യ ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാൻ അട്ടിമറി ജയം. ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത് 177 റൺസിന്. റാഷിദ് ഖാൻ കളിയിലെത്താറ്. ന്യൂസിലൻഡിന് എതിരായ ആദ്യ ടെസ്റ്റിൽ ശ്രീലങ്ക മികച്ച സ്കോറിലേക്ക് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ലങ്കയുടെ ലീഡ് 200 കടന്നു. കരുണരത്നയ്ക്കും ചാണ്ടിമലിനും അർദ്ധ സെഞ്ചുറി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് വമ്പൻ പോരാട്ടങ്ങൾ. ചെൽസി വെസ്റ്റ് ഹാമിനെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെയും നേരിടും. ലിവർപൂൾ ബേൺമൂത്ത് പോരാട്ടവും ഇന്ന്. സ്പാനിഷ് ലീഗിൽ വിജയം തുടരാൻ റയൽ മാഡ്രിഡ്. എസ്പാന്യോളിനെതിരായ മത്സരം പുലർച്ചെ 12:30-ന്. ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തും. നാളെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ നിർണായക മത്സരം വെല്ലുവിളിയാണെങ്കിലും ജയം ഉറപ്പെന്ന് ആഴ്സണൽ പരിശീലകൻ മൈക്കൽ ആർട്ടറ്റ. 2015-ന് ശേഷം ഇത്ഹാദിൽ ജയിച്ചിട്ടില്ല എന്ന പെരുദോഷം ഇക്കുറി മാറ്റുമെന്നും പ്രഖ്യാപനം. സൗദി പ്രോ ലീഗിൽ അൽ അസറിന് തകർപ്പൻ ജയം. അൽ ഇത്തിഹാദിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് തിരിച്ചടി. 2 സ്ഥാനം കൂടി താഴേക്കിറങ്ങി 126-ാം സ്ഥാനത്താണ് ഇന്ത്യ നിലവിൽ. ISL-ൽ വിജയക്കുതിപ്പ് തുടർന്ന് പഞ്ചാബ് FC ഒഡീഷ FCയെ 1-2 ഗോളിന് തോൽപ്പിച്ചു. സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മലപ്പുറം FC തൃശൂർ മാജിക് പോരാട്ടം സമനിലയിൽ. ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. ISL-ൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങും. എതിരാളി ഈസ്റ്റ് ബംഗാളാണ്. മത്സരം രാത്രി 7:30-ക്ക് കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. ലണ്ടൻ ന്യൂസിലേക്ക് തിരികെ. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ശ്രദ്ധ കപൂർ പ്രധാന വേഷത്തിലെത്തുന്ന സ്ത്രീ 2 OTT റിലീസിന് അടുത്ത മാസം 27 ചിത്രം റിലീസിനെത്തും. ലെബനനിലെ പേജർ സ്ഫോടനത്തിന് ശേഷം നെതന്യാഹു സന്തോഷം പങ്കിടുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. 3 വർഷം മുൻപ് തന്റെ എക്സ് അക്കൗണ്ടിൽ നെതന്യാഹു പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് തെറ്റായ തലക്കെട്ടോടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവിൽ റഷ്യൻ ആക്രമണം. 15 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 3 കുട്ടികളും 8 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ.
യുക്രൈന് $375 മില്യൺ സൈനിക സഹായം നൽകാൻ ഒരുങ്ങി US. ശീതകാലത്തിന് മുന്നോടിയായാണ് പുതിയ പാക്കേജ് അടുത്തയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സഹായ പാക്കേജിൽ പെട്രോളിംഗ് ബോട്ടുകൾ, ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് എന്നിവയും ഉൾപ്പെടുന്നു. തെക്കേ അമേരിക്കയിൽ വരൾച്ച അതിരൂക്ഷം. പെറുവിനും ബ്രസീലിനും അതിർത്തി പങ്കിടുന്ന ആമസോൺ നദി വറ്റിവരളുന്നു. വരൾച്ച രൂക്ഷമായതോടെ ഭക്ഷ്യസാധനങ്ങൾക്കും ക്ഷാമം. മെക്സിക്കോയിൽ ഏറ്റുമുട്ടൽ 53 പേർ കൊല്ലപ്പെട്ടു, 51 പേരെ കാണാനില്ല. മയക്കുമരുന്ന് സംഘമായ സിനലോവ കാർട്ടലിലെ 2 വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ചരക്ക് കപ്പൽ ഉടമയ്ക്കും ഓപ്പറേറ്റർക്കുമെതിരെ നിയമപോരാട്ടവുമായി ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് കോഡ് പാലം തകർന്നു മരിച്ച കപ്പൽ ജീവനക്കാരുടെ കുടുംബങ്ങൾ. കപ്പലിന് യന്ത്ര തകരാർ ഉണ്ടെന്നറിഞ്ഞിട്ടും പുറപ്പെടാൻ അനുമതി നൽകിയെന്നാരോപിച്ചാണ് കേസ്. 23 ചൈനീസ് പൗരന്മാർ രാജ്യത്ത് അനധികൃതമായി കടന്നുവെന്ന് തായ്വാൻ. 21 പേരെ അറസ്റ്റ് ചെയ്ത് തായ്വാൻ കോസ്റ്റ് ഗാർഡ്. 2 പേർ രക്ഷപ്പെട്ടു. സുരക്ഷ ശക്തമാക്കിയെന്നും തായ്വാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സെർവറിൽ നാളെയും മറ്റന്നാളും അപ്ഡേഷൻ നടത്തുന്നതിനാൽ PSC വെബ്സൈറ്റ്, ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ എന്നിവ ലഭിക്കുന്നതിന് തടസ്സം നേരിടും. ഉദ്യോഗാർത്ഥികൾ 24 മുതലുള്ള പരീക്ഷ, അഭിമുഖം തുടങ്ങിയവയുടെ ഹാൾ ടിക്കറ്റുകൾ മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്യണമെന്ന് PSC.